പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ ഇഡി ഇന്നും ചോദ്യം ചെയ്യും. ഇതിനായി രാവിലെ 11 മണിക്ക് ഇഡി ഓഫീസിലെത്താൻ റോബർട്ട് വാദ്രയ്ക്ക് നിർദ്ദേശം. ഇഡി ഓഫീസിലേക്കുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് കണക്കിലെടുത്ത ഓഫീസിന്റെ സുരക്ഷ ശക്തമാക്കി. വിവരങ്ങളുമായി മർവ ഷഹീർ ചേരുന്നു. മർവ, കഴിഞ്ഞ ദിവസം റോബർട്ട് വാദ്രയെ 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ ആയിരുന്നു. ഇന്നും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്താണ് വിവരങ്ങൾ? അഞ്ജലി, ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിലാണ് റോബർട്ട് വാദ്രയെ ഇഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാവായ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് റോബർട്ട് വാദ്ര. ഇദ്ദേഹത്തിനെതിരെ ഹരിയാനയിലെ ഷിക്കാപൂരിൽ ഭൂമി വാങ്ങി വൻ വിലക്ക് മറിച്ചു വിറ്റു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ്. ഇതുവഴി കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നെന്നാണ് ഇഡി പറയുന്നത്. 2007 വാദ്ര സ്ഥാപിച്ച സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന സ്ഥാപനം ഷിക്കാപൂരിൽ നിന്ന് ഒരു 3.5 ഏക്കർ ഭൂമി വാങ്ങുന്നു. അത് 7.5 കോടി രൂപയ്ക്കാണ് 3.5 ഏക്കർ സ്ഥലം വാങ്ങുന്നത്. അത് 2008 ഈ ഭൂമി പിറ്റേ ദിവസം, അതായത് ഈ ഭൂമി ഈ സ്ഥാപനത്തിന്റെ പേരിൽ വാങ്ങിയ ഭൂമി പിറ്റേ ദിവസം തന്നെ വാദ്രയുടെ പേരിലേക്ക് മാറ്റി എന്നുള്ളത് ഒരു കാര്യമാണ്. അതിനുശേഷം DLF എന്ന റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരായ കമ്പനിക്ക് 58 കോടി രൂപയ്ക്കാണ് ഈ ഭൂമി മറിച്ചു വിറ്റത്. ഇവിടെയാണ് വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ള ഒരു ആരോപണം വന്നിരുന്നത്. ഈ കേസാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 ഈ കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ED ചോദ്യം ചെയ്തത്. ഏകദേശം 11 തവണയോളം പല കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് വാദ്രയെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഏപ്രിൽ 8 ഹാജരാവാൻ വാദ്രയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഹാജരാവാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാകണമെന്നുള്ള EDയുടെ നോട്ടീസ് പ്രകാരമാണ് ഇന്നലെ ഹാജരായത്. ഏകദേശം 7 മണിക്കൂറിലധികം ഇന്നലെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. അതിനുശേഷം ഇന്നും വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അഞ്ജലി. ശരി, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ ഇഡി ഇന്നും ചോദ്യം ചെയ്യും. 2008 3.5 ഏക്കർ സ്ഥലം 7.5 കോടിക്ക് വാങ്ങിയും 58 കോടിക്ക് 24 മണിക്കൂറിന് മറിച്ചുവിറ്റ കേസിലാണ് നടപടി. വിവരങ്ങൾ നൽകിയത് മർവ ഷഹീറാണ്.